ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CSI ഈസ്റ്റ് കേരള മഹായിടവക യുവജന പ്രസ്ഥാനമായി സെപ്റ്റംബർ 1 ഞായറാഴ്ച യൂത്ത് സൺഡേയായി ആചരിക്കുവാനായിട്ട് തീരുമാനിച്ചു. എല്ലാ വർഷവും പോലെ തന്നെ നമ്മുടെ ഡയോസിസിൻ്റെ കീഴിലുള്ള എല്ലാ സഭകളിലും ഡെപ്യൂട്ടേഷനായിട്ട് അനേക യുവജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാനും ഇവിടെ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ബഹുമാനമുള്ള ജോസ് മാത്യു അച്ഛൻ, പ്രിയ കൊച്ചമ്മ, പ്രിയ കുഞ്ഞ് അച്ഛൻ കട്ടപ്പന ജില്ലയിലായിരുന്നപ്പോൾ കട്ടപ്പന ജില്ലാ യുവജന പ്രസ്ഥാനം ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് അവിടെ എത്തിച്ചേർക്കുവാൻ, അതുപോലെ തന്നെ ചേറ്റുകുഴി എന്ന ആ കൊച്ചു ദേവാലയത്തിൽ നിന്ന് യൂണിറ്റിൽ പ്രവർത്തിച്ച് ജില്ലാ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച മഹായിടവക വൈസ് പ്രസിഡൻ്റായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അതിന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ മഹായിടവക യുവജന പ്രസ്ഥാനത്തിന് വൈസ് പ്രസിഡൻ്റായിട്ട് നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. അച്ഛൻ അത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ആ കാര്യം എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് കൊടുക്ക്, നല്ലൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞു. പ്രിയ കൊച്ചമ്മയാണെങ്കിലും അതുപോലെ തന്നെ അച്ഛനെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ ജേക്കബ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ധാരാളം പരിചയ മുഖങ്ങൾ ഇവിടെ ഉണ്ട്, അവരെല്ലാം ഓർക്കുന്നു. അതുപോലെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ഈസ്റ്റ് കേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന ജ്യോതിസ് ജോൺസൺ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സാനു, നിറയെ ആളുകളെ ഞാൻ ഈ സമയം ഓർക്കുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് CSI ഈസ്റ്റ് കേരള മഹായിടവയായി ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിഷയമെന്ന് പറയുന്നത് അർത്ഥപൂർണമായ ജീവിതം തേടുന്ന യുവത എന്നാണ്, അല്ലേ? അർത്ഥപൂർണമായ ജീവിതം തേടുന്ന യുവത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു അർത്ഥപൂർണമായ ഒരു ജീവിതമാണോ നാം നയിക്കുന്നത് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരേണ്ട ഒരു വലിയൊരു ആവശ്യമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. നാം സ്വയം വിലയിരുത്തേണ്ട ഒരു വലിയ കാര്യമാണ്, യുവജനങ്ങളായ നാം ഓരോരുത്തരും ഒരർത്ഥമുള്ള ജീവിതമാണോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ട ഒരു വലിയ ഒരാവശ്യഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരമുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് യുവജനങ്ങളായ നാം ഒരു അർത്ഥപൂർണമായ ജീവിതം നയിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥപൂർണമായ ജീവിതം തേടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റേതായ ഒരു പ്രിപ്പറേഷനിൽ 6 പോയിൻ്റ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പശ്ചാത്താപമുള്ള ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മറക്കാൻ പഠിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കേൾക്കാൻ തയ്യാറാകുക. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ചേർത്ത് നിർത്താൻ തയ്യാറാകുക അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ സമയം ചിലവഴിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് 6 പോയിൻറ്റും വിശദീകരിച്ചാൽ 1 മണിക്കൂർ എടുത്താൽ പോലും തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നൊരു 3 പോയിൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 പോയിൻ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്താഗതി എന്ന് പറയുന്നത് പശ്ചാത്താപമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിരപ്പ് പ്രാപിക്കുന്ന ഒരു ജീവിതം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എങ്ങനെ നമ്മുടെ ഒരു പൂർവികമായ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരമ്പര്യം എടുത്തു നോക്കിയാൽ നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു, അല്ലേ? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. അതായത് മാനവകുലം മുഴുവൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ പഴയ നിയമവേദഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് നാം ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയത്? ആ ക്രിസ്തുവിൻ്റെ സ്നേഹബന്ധത്തിൽ നിന്ന് നാം എങ്ങനെയാണ് അകന്നു പോയത് എന്ന് നമുക്ക് പഴയ നിയമവേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമ്മൾ പാപികളായി തീർന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ സൃഷ്ടിച്ച്
തൻ്റെ തോട്ടത്തിലാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു? നമ്മുടെ പൂർവികളായ ആളുകൾ എന്ത് ചെയ്തു? പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്ങനെ ചെയ്തു? പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? നമ്മൾ ദൈവ തേജസ്സിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ പാപികളായി വേർതിരിക്കപ്പെടേണ്ട ഒരു വലിയൊരു കാര്യം അവിടെ ഉണ്ടായത് എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണ് ദൈവത്തിന് ശത്രുക്കളായത് അല്ലെങ്കിൽ അഥവാ പാപികളായി തീർന്നത് എന്ന് നമ്മുടെ അവിടെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയായ മരണം വഹിക്കേണ്ടി വന്നവരായ ഈ ജനങ്ങളെ എങ്ങനെയാണ് നമ്മൾ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ചത് എന്ന് നമുക്കും അവിടെ കാണുവാനായിട്ട് സാധിക്കും. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വേർപാട് എന്നുള്ളതാണല്ലോ. അപ്പം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തോട്ടത്തിലാക്കിയപ്പോൾ മനുഷ്യൻ പാപം ചെയ്തതിന് മുഖേന ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ തെറ്റ് ചെയ്തത് മൂലം ദൈവത്തിന് മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യരിൽ നിന്നൊരു വേർപാട് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ വേർപാടിനെ എങ്ങനെയാണ് തൻ്റെ പിതാവായ ദൈവത്തോട് അടുപ്പിച്ചത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ നമുക്ക് വചനം ജഡമായി തീർന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശു ചെയ്ത കാര്യം നമുക്കും നമ്മുടെ പാപങ്ങൾക്കും വേണ്ടിയിട്ട് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുക? കാൽവരി ക്രൂശിൽ മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് റോമർ 5-ാം അധ്യായം 8 മുതലൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ആരെങ്കിലും യുവജന പ്രസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ യൂത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരാൾ റോമർ എഴുതിയ 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വരെ ഒന്ന് വായിക്കാം. കണ്ടോ? ക്രിസ്തു എന്ത് ചെയ്താ? പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? കാൽവരി ക്രൂശിൽ നാം മരിച്ച ദൈവത്തോട് നമ്മളെ ചേർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നത് എന്ന് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ ഓർക്കുന്നു, അല്ലേ? കർത്താവായ നമ്മൾ പാപം ചെയ്ത മനുഷ്യരായ നമ്മളെ എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ കർത്താവായ പിതാവായ ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള അധികാരം നമുക്ക് തന്നു എന്നുള്ളതാണ് വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിലും അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകൂടുന്ന സ്ഥലങ്ങളിലും നമ്മുടെ ദേവാലയത്തിലായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ നിരപ്പ് പ്രാപിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിച്ച് ദൈവ മക്കളാകുവാനായിട്ടുള്ള അവസരം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മറക്കാൻ പഠിക്കുക, സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മറന്നാൽ മാത്രമേ അവിടെ ഒരു ഒരുമയുണ്ടാകൂ, ഒരു അനുഗ്രഹമുണ്ടാകൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഒരു മുടിയനായ പുത്രൻ്റെ ഒരു കഥ നമ്മുടെ വേദപുസ്തകത്തിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായിരുന്നു? നല്ല സമ്പത്തുള്ള ഒരു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് എന്തു ചെയ്യുക? തൻ്റെ മകൻ എന്തു ചെയ്തു? പിതാവിനോട് തൻ്റെ ഓഹരിയെല്ലാം വാങ്ങി ദൂരെ നാട്ടിൽ പോയി അടിച്ച് പൊളിച്ച് ഈ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം അദ്ദേഹത്തെ സഹായിക്കാനായിട്ടും കൂടെ എന്ത് സാധനം വാങ്ങി കൊടുക്കാനായിട്ടൊക്കെ ആണെങ്കിലും കൂടെ വന്നു അദ്ദേഹത്തെ സഹായിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സമ്പത്തെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പന്നിയെ മേയ്ക്കുവാനായിട്ട് പോയി. പന്നിയെ മേയ്ക്കുവാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്യുക? വിശപ്പ് സഹിക്കാൻ പറ്റുകയില്ലാഞ്ഞിട്ട് പന്നിക്ക് കൊടുക്കുന്ന ആഹാരം ഈ മുടിയനായ പുത്രൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ആ മുടിയനായ പുത്രൻ ചിന്തിക്കുന്നതിൻ്റെ തൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ പോലും എത്ര സുഭിക്ഷമായിട്ടാണ് ആഹാരം കഴിക്കുന്നത് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്തു? അവനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ ആ മുടിയനായ പുത്രൻ ചെയ്ത ആ പാപം എത്രമാത്രമുണ്ട് എന്ന് അവനിലേക്ക് നോക്കി പശ്ചാത്താപിക്കുന്ന ഒരു കാലത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടാണ് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് അവൻ ഓടിച്ചെന്നു. അവൻ പറയുന്നു, ഞാൻ ഇനി അവിടെ ചെന്ന് അപ്പനോട് ഞാൻ ക്ഷമ ചോദിക്കും എന്നുള്ള രീതിയിൽ ഓടിച്ചെന്ന് അവിടെ എന്ത് ചെയ്തു? എല്ലാം നശിപ്പിച്ച് മറ്റ് സ്ഥലങ്ങളിൽ പോയി ഒരു കൂട്ടുകാരും ആരുമില്ലാതെ വിശപ്പ് അനുഭവിച്ച് തിരിച്ചെന്ത് ചെയ്യുക? അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നൊരു കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പിതാവ് എന്താണ് ചെയ്തത്? ആ മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് അവിടെ ചെയ്യുവാനായിട്ട് സാധിച്ചത്. കാരണം
നമ്മളാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യരായ നമ്മളെന്ത് ചെയ്യുക, അറിയാതെ തെറ്റുകൾ ചെയ്തു പോകാം. മനുഷ്യരാണ്. ദൈവമനുഷ്യരുടെ എല്ലാ കഴിവുകളും തന്നാണ് ദൈവം നമ്മളെ വളർത്തിയത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ തന്ന കഴിവുകളെ നമ്മളെന്ത് ചെയ്യുക, അത് നമ്മൾ മിസ്യൂസ് ചെയ്ത് നമ്മൾ പാപികളായി തീരുമ്പോൾ, നമ്മൾ ഇനി പാപികളാണ്, നമുക്കൊരു മോചനമില്ല എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് ഈ കഥ നമുക്ക് മനസ്സിലാകുവാനായിട്ട് തീരുന്നത്. കാരണം നമുക്ക് തിരികെ ഒരു അപ്പൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങിച്ചെന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ആ പിതാവ് നമ്മുടെ പിതാവ് നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളെ ചുംബിക്കുന്ന ആ വലിയ മനസ്സുള്ളൊരു പിതാവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവൻ തിരിച്ച് അപ്പൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ എന്ത് ചെയ്തു, അവൻ്റെ സകല തെറ്റുകളും എല്ലാം ക്ഷമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ മകനെ എന്ത് ചെയ്തു, തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ടും ഇടയായി തീർന്നു. ഇത് നാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്നിലൂടെ കേൾക്കുന്ന പ്രിയ ജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ചില കാര്യങ്ങളെ മറക്കുവാനും ചില കാര്യങ്ങളെ ക്ഷമിക്കുവാനും അതുപോലെ എന്ത് ചെയ്താൽ മടങ്ങി വരുന്ന ആളുകളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകണം. യുവജന പ്രസ്ഥാനത്തിലെ അഭിമുഖീകരിക്കേണ്ട പ്രധാന പ്രശ്നമാണ്, അവർ ചിലപ്പം ചില തെറ്റുകളൊക്കെ അവർ ചെയ്തു പോകും. പക്ഷേ പല സ്ഥലങ്ങളിലും കണ്ടു കഴിഞ്ഞാണ് ഇനി അവനെ അടിപ്പിക്കേണ്ട എന്നുള്ളൊരിത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവനോർക്കും എന്ത് ചെയ്യുക, നമ്മളെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, പിന്നെയും അവൻ ആ പഴയ രീതിയിലേക്ക് പോകും. അതേസമയം നിങ്ങൾ അവനെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ നല്ല രീതിയിൽ നാടിനും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന മകനായിട്ട് മാറുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. തൻ്റെ മകൻ്റെ പാപങ്ങളെ ക്ഷമിച്ച ആ പിതാവിനെ നമുക്ക് ഒന്ന് ഓർത്ത് നമ്മുടെ കർത്താവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ സകല പാപവും പോക്കി കർത്താവ് എന്ത് ചെയ്തു, നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ബന്ധങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ്. ബന്ധങ്ങളെ എന്ത് ചെയ്യുക, നിലനിർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ യോഹന്നാൻ എഴുതിയ യോഹന്നാൻ 15 അധ്യായം 1 വാക്യത്തിൽ എന്ത് പറയുന്നത്, മുന്തിരിവള്ളിയും കൊമ്പുമായുള്ള ഒരു വലിയ ബന്ധത്തെ അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് ബന്ധങ്ങളെ നിലനിർത്തുക അല്ലെങ്കിൽ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഒന്നാമത്തെയാണ് കഷ്ടതയിൽ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. കഷ്ടത വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുടിയനായ പുത്രനെ കഷ്ടത വന്നപ്പോൾ ആരെങ്കിലും സഹായിച്ചോ? ഇല്ല, ആരും സഹായിച്ചില്ല. നമ്മുടെ കയ്യിൽ സാമ്പത്തികമുള്ളപ്പോൾ നമുക്ക് അനേക കൂട്ടുകാരുണ്ട്, നമുക്ക് നല്ല ജോലിയുള്ളപ്പോൾ അനേക കൂട്ടുകാരുണ്ട്, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ അനേക കൂട്ടുകാരുണ്ട്. ഇതെല്ലാം നശിച്ച് നമുക്ക് ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ കൂടെ എന്ത് ചെയ്യുക, ആരും കാണില്ല. നമ്മുടെ ഒന്നുമില്ലാത്ത അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതന്മാർ എന്ന് പറയുന്നത്. അതുപോലെയാണ് കഷ്ടതയിൽ നമ്മൾ അവരെ സഹായിക്കുക, അല്ലെങ്കിൽ കഷ്ടതയിൽ മറ്റുള്ളവരെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുപോലെ വേദനയ്ക്ക് നമ്മൾ നല്ല സുഖ സൗകര്യങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആ സഭയിലായിക്കോട്ടെ നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ വേദനിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനെങ്കിലും സമയം എന്ത് ചെയ്യുക, ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുവാൻ തയ്യാറാകണം. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയാനായിട്ട് ഇടയായിത്തീരരുത്. നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേൾക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് പരിഗണിക്കുവാനായിട്ട് ഇടയാകണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ പല മാതാപിതാക്കളുടെയും അനുഭവങ്ങൾ ഓരോരുത്തർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇന്നാളൊരു അച്ഛൻ പറഞ്ഞ കാര്യമാണ്, വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയാണ് തൻ്റെ മക്കൾ ഹാപ്പിയാണോ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നതെന്ന് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും അവരുടെ സ്റ്റോറിയിലൂടെയാണ് പലരും മനസ്സിലാക്കുന്നത്. പല കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുക, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ തകർന്നു നിൽക്കുന്ന എന്തെങ്കിലും ഒരു വാട്സപ്പ് സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെ ഇടും. അന്നേരമാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇവന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് മക്കളെ അറിയുവാനായിട്ട് പ്രിയ മാതാപിതാക്കളായി നാം ശ്രമിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളെ നമ്മൾ അറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നോട് അവിടെ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് ചെന്ന് ചില കാര്യങ്ങളെ അന്വേഷിക്കുക. ഫോണിലൂടെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം വല്ലപ്പോഴും അവരുടെ വേദനിക്കുന്ന അടുക്കൽ പോയിരുന്ന് അവരുടെ തോളയിലൊക്കെ ഒന്ന് കൈവച്ച് സാരമില്ല, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിന് അവിടെ ഇടയാക്കി തീരും എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞത് എന്ത് ചെയ്യുക, മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, മനുഷ്യരുമായുള്ള മാത്രം ബന്ധം നമുക്ക് നിലനിർത്തിയാൽ പോരാ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം ഈ നാളുകളിൽ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ വയനാട്ടിലെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ അവിടുത്തെ യൂത്തിൻ്റെ ബോർഡിലെ സെക്രട്ടറി ആയ അച്ഛനെ വിളിച്ചു. അച്ഛാ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വളരെ വേദനയോടുകൂടെ തന്നെ പറഞ്ഞൊരു കാര്യം, അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം
പ്രീ മാരേജ് കൗൺസിലിന് ക്ലാസ് എടുത്ത ഒരു വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളായില്ല ഒരു വിവാഹം കഴിഞ്ഞിട്ട്. ആ വീട്ടിൽ ആരുമില്ല. 12 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ, നമ്മുടെ ദേവാലയത്തിലെ 12 പേരടങ്ങുന്ന ഒരു മുഴുവൻ ഫാമിലിയും പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അച്ഛൻ പറഞ്ഞു, ആ പെൺകുട്ടി ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെയും വിളിച്ചു, അച്ഛൻ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ഞങ്ങളുടെ സഹായങ്ങൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ മുമ്പേ വിളിച്ചപ്പോൾ ആ പ്രിയ പെൺകുട്ടിയുടെ ശരീരം കിട്ടി എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, ഒരു നല്ലൊരു മിടുക്കിയായൊരു കുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ ഇത്രയും ദൂരെ നിന്ന് അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ, വളരെ സങ്കടത്തോടുകൂടി അച്ഛൻ പറഞ്ഞു, ഇത്രയും ദൂരം നിന്ന് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, അച്ഛൻ കട്ടപ്പനയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്രയും ദൂരെ നിന്ന് ആ യുവജന പ്രസ്ഥാനത്തിലെ ആ ഭാരവാഹി എന്ന നിലയിൽ എന്നല്ല, ഇത്രയും ദൂരെ നിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾ വിളിച്ചല്ലോ എന്നോർത്ത് അച്ഛന് വലിയ സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അച്ഛനോട് പറഞ്ഞു, വിളിച്ചത് ഒരുപാട് നമുക്ക് സന്തോഷമായി എന്ന് പറയുവാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വേദനിക്കുന്നവരെ ഒരു നിമിഷം ഒന്ന് അവരെ ചേർത്ത് നിർത്തുവാനായിട്ടും നാം തയ്യാറാകണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ മനുഷ്യരുമായി മാത്രമല്ല, നമ്മൾ ദൈവവുമായുള്ള ഒരു വലിയ ബന്ധം ഈ നാളുകളിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് യോഹന്നാൻ 15 അധ്യായം 4 മുതൽ 5 വരെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിങ്ങൾ എന്നിലും വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും എന്നവിടെ വചനത്തിൽ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. നിങ്ങൾ എന്നിലും വസിപ്പിൻ. നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിൽ വസിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മളിലും വസിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇന്ന് നാം അഭിമുഖീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലും വസിക്കുവാനായിട്ട് അത്രയും വലിയൊരു ഭാഗ്യമാണ് കർത്താവ് തന്നിരിക്കുന്നത്. അവിടെ വാക്യത്തിന് അതൊരു വലിയ ഉറപ്പാണ് കർത്താവ് തന്നിരിക്കുന്നത്. അതിനകത്ത് കർത്താവ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നിലും വസിപ്പിൻ, ഞാൻ നിങ്ങളിലും സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ വസിക്കാം എന്നൊന്നും കർത്താവ് അവിടെ പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരു വലിയ ഉറപ്പാണ് നമുക്ക് തരുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ വചനത്തിലൂടെ പറയുന്ന ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തകർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ മാനസികമായി തകർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ തകർന്നു നിൽക്കുന്ന ഞാനും നിങ്ങളുമായ ആ അനേക യുവജനങ്ങൾ, നിങ്ങളെന്ത് ചെയ്യുക? കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങളൊന്ന് മുട്ടുകുത്തി ദൈവത്തോട് ആ ബൈബിൾ എടുത്തെന്ന് വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് നോക്ക്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രവൃത്തി എന്തെന്ന് നമുക്ക് നാളുകളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ അതിനുമായി കണക്ട് ചെയ്ത് ദൈവവുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിൽ നാം ആയിരിക്കുക എന്നുള്ളതാണ് അവിടെ പറയുവാനായിട്ടിരുന്നത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തി പോകണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക? ദൈവത്തോട് കൂടെ ജീവിക്കുക, അതുപോലെ ദൈവഭയം ഉള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം ഭയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? മയക്കുമരുന്ന്, അങ്ങനെയുള്ള കഞ്ചാവ്, ആത്മഹത്യ, മാനസികമായ പിരിമുറുക്കം, മാനസിക സമ്മർദ്ദം, മാനസിക രോഗങ്ങൾ എന്നുള്ള അതുപോലെ ചില അഡിക്ഷനുകളിലേക്ക് മാറുവാനിടയായിത്തീരുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാം ദേവാലയത്തിൽ സൺഡേ സ്കൂൾ എന്നുള്ള ആ ഒരു വലിയ സംവിധാനം നമ്മുടെ ദേവാലയത്തിലുണ്ട്. അത് എത്രമാത്രം പ്രയോജനം അനേക കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? സ്ഥിരീകരണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പിന്നെ എന്ത് ചെയ്യുക? യൂത്തിലേക്ക് വരുവാനായിട്ട് മടിയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പള്ളിയുടെ കാര്യങ്ങളിലേക്കൊക്കെ വരും. സ്ഥിരീകരണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം വിചാരം എന്ന് പറഞ്ഞാൽ അവർ വലിയ ആളുകളായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? പള്ളിയുടെ കാര്യങ്ങളിലൊന്നും സഹകരിക്കേണ്ട, പുറകിൽ എവിടെയെങ്കിലും ആരാധന കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുമാറുവാൻ അനുവദിക്കരുത്, നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ അനുവദിക്കരുത്. അതിൻ്റെ വലിയ വില എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ പോലീസുകാരോടും എക്സൈസുകാരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി, എത്രമാത്രം നീചമായ പ്രവൃത്തികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. ധാരാളം ആളുകൾ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടിയും സൺഡേ സ്കൂളിന് വേണ്ടിയും കൊയറിന് വേണ്ടിയും ഒക്കെ വളരെ ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന യുവജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. ഓരോ ജില്ലയിലും ഓരോ കോൺഫറൻസ് നടത്തുമ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ തലേദിവസം മുതൽ ആഹാരം പോലും കഴിക്കാതിരുന്ന് ആ കോൺഫറൻസിന് വേണ്ടി അതുപോലെ കായികമായി അധ്വാനിക്കുന്ന യുവജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. അതവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ്. നിങ്ങൾ ദേവാലയത്തിൻ്റെ കാര്യങ്ങൾക്ക് പൊക്കോ, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നത്.
സഭയിലെ ഒരു സംഘടനകളും, യുവജനങ്ങളടങ്ങിയ ഒരു സംഘടനകളും നമ്മൾ മാതാപിതാക്കളായ നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഇതിലൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് ഒരിക്കൽ പോലും പറഞ്ഞു കൊടുക്കരുത്. അതിൻ്റെ ഫലം വലിയ വിപരീത ഫലമായിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുവാനായിട്ട് നാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ആത്മഹത്യ, നിരാശ. കഴിഞ്ഞ ദിവസം പീരുമേട് ജില്ലയിൽ കോൺഫറൻസിനായി കടന്നുപോയ സമയത്ത് അവിടുത്തെ സാറ്, ക്ലാസ് എടുക്കാൻ വന്ന സാറ് പറയുന്ന കാര്യമാണ് നിരാശ. ചെറിയ കാര്യത്തിന് പോലും നിരാശയാണ്. അതിലേറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഫോളോവേഴ്സ് ഇല്ലെന്ന് പറയും. അവൻ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അവന് 10 ലൈക്ക് കിട്ടി, എനിക്കൊന്നുമില്ല. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിരാശ എന്ന് പറയുന്നത്. നമുക്കറിയാം, പണ്ടുള്ള കാലങ്ങളിൽ 10ാം ക്ലാസ് എഴുതുന്ന നമ്മുടെ പ്രിയ മാതാപിതാക്കളോട് ചോദിച്ചാൽ മതി, ഇന്ന് ജയിക്കുന്ന ആളുകളാണ് അന്ന് തോറ്റുകൊണ്ടിരുന്നത്. ഇന്ന് 10ാം ക്ലാസ് ജയിക്കുന്ന ആളുകളാണ് അന്ന് തോറ്റുകൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ജീവിതത്തോട് പൊരുതാൻ അറിയാമായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യുക, എല്ലാ വിഷയങ്ങൾക്കും A+ ആണ്, എല്ലാ വിഷയങ്ങൾക്കും A+ ആണ്. പക്ഷേ ഒരു നിസ്സാര കാര്യം വന്നു കഴിയുമ്പോൾ, നിസ്സാര കാര്യത്തിന് വന്നു കഴിയുമ്പോൾ നിസ്സാര ആത്മഹത്യകൾ, അതുപോലുള്ള വലിയ നിരാശകളിലേക്കും ഡിപ്രഷനുകളിലേക്കും മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. ആ സാറ് പറഞ്ഞു കേട്ടു, ഒരു വീട്ടിൽ 4 മുറിയുണ്ട്, ആഹാരം വിളമ്പി വെച്ചാൽ വാട്സപ്പിൽ വീട്ടിലെ ഗ്രൂപ്പിലേക്കാണ് ഇടുന്നത്, ഫുഡായിട്ടുണ്ട്. എത്രമാത്രം നമ്മൾ പിന്നിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൊബൈലിലെ സംവിധാനങ്ങളൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഒന്നിനും നമ്മൾ അടിമയായി പോകരുത്. ഒരു കാര്യത്തിനും നമ്മൾ അടിമയായി മാറുവാനിടയായി തീരരുത്. യുവജനങ്ങളായ നാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ നമുക്ക് വേണ്ടിയാണ് ഈ ലോകത്ത് ജീവിച്ചത്. നമ്മൾ അനുഭവിക്കേണ്ട മരണത്തിനാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും യുവജനങ്ങളായ നാം മറന്നു പോകരുത്. നമുക്ക് വേറെ മാതൃകകളൊന്നുമില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ. പല കുഞ്ഞുങ്ങളും തല താഴ്ത്തിയുള്ള ജീവിതമാണ്, വേറൊന്നുമല്ല. മൊബൈൽ കുനിഞ്ഞ് നോക്കി അവരുടെ ഈ ഭാഗങ്ങളിൽ നോക്കിയാൽ മതി. ചില ആളുകളുടെ, ഞങ്ങളുടെ കുടുംബത്തിലാളുണ്ട്, മൊബൈൽ നോക്കി ഇവിടെ ചെറിയൊരു മുഴ പോലെ വന്നു, കുനിഞ്ഞിരുന്നിരുന്ന് അവിടെ നീര് പോലെ ആയി. തല താഴ്ത്തിയുള്ള ജീവിതം ഇതല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവഭയം ഉണ്ടായാൽ മാത്രമേ മരണശേഷമുള്ള നിത്യതയും ഒരു നിത്യ നരകത്തെ പറ്റിയുള്ള ധാരണ ഉണ്ടാകൂ എന്ന് പറയുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്ന കാലം വരെ അല്ല നമ്മളെ കൈപിടിച്ച് നടത്താമെന്ന് പറഞ്ഞത്, നിത്യത വരെ നമ്മളെ കൈപിടിച്ച് നടത്താമെന്നാണ് കർത്താവ് നമ്മളെ പറഞ്ഞത്. നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തെ നാം സ്നേഹിക്കണം, നാം ദൈവത്തെ ആരാധിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരുവന് അർത്ഥപൂർണമായ, അല്ലെങ്കിൽ ഒരു യുവജനത്തിനൊരു അർത്ഥപൂർണമായ ജീവിതം നയിക്കണമെങ്കിൽ അവൻ ആദ്യം ഉണ്ടാകേണ്ടത് ദൈവഭയമാണ്. നാം ചെയ്യുന്നതെല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ള വലിയ ദൈവഭയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. ദൈവത്തെ കണ്ട് പേടിച്ച് ഓടുവാനായിട്ടായിരുന്നു തീരുന്നതല്ല. ഇന്ന് പല ദൈവങ്ങളും രാത്രി കണ്ടാൽ പേടിച്ചു പോകും. അതുപോലുള്ള ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുവാനായിട്ട് നാം ശ്രമിക്കണം. മരണശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചും മരണശേഷമുള്ളൊരു നിത്യ നരകത്തെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ കാലങ്ങൾ മുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് നമ്മൾ മുതിർന്നു പോയാൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ വിട്ടുമാറാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് പറയുവാനായിട്ടിരുന്നത്. ദൈവത്തെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നമ്മൾ മനസ്സിൽ ഏറ്റുപറഞ്ഞ് നമ്മളെന്ത് ചെയ്യുക, ദൈവത്തോട് കൂടെ ഇരിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന്, ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിന്ന് ക്രിസ്തീയ ജീവിതത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്ത് വേണം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകുള്ളൂ. ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മേലുകാവ് പോലുള്ള ജില്ലകൾ. നമ്മളെങ്ങനെയുള്ളവരായിരുന്നു, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയുള്ളവരായിരുന്നു.
നമ്മുടെ പിതാക്കന്മാരിലേക്ക് സുവിശേഷം എന്ന ആ വലിയ മാറ്റത്തിൻ്റെ വചനം ഇവിടെ എത്തിയത് മൂലമാണ് നമ്മളെല്ലാം എന്ത് ചെയ്തത്? ഈ വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ഇതുപോലുള്ള വലിയ ദേവാലയം നമ്മൾ വളരെ വിദ്യാഭ്യാസമുള്ളവരും നമ്മൾ അറിവുള്ളവരും ആ തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് സാധിച്ചവരുമായാണ്. അത്ര വലിയ സാക്ഷ്യമുള്ളവരാണ് ഈ പ്രദേശത്തിലെ ആളുകൾ മുഴുവനും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളായ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, നമ്മുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം നമ്മളെയും വഴി നടത്തുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയുന്നു. നമ്മെ സൃഷ്ടിച്ച ദൈവം എന്തു ചെയ്യുക? നമ്മെ സൃഷ്ടിച്ച ദൈവത്തോട് കൂടെ വാഴണം എന്ന് ആ വലിയൊരു ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്നാൽ എന്തു ചെയ്യുക? നഷ്ടപ്പെട്ട നിത്യതയെ എന്തു ചെയ്യുക? കർത്താവിൻ്റെ ക്രൂശു മരണം കൊണ്ട് നമുക്ക് വീണ്ടെടുത്ത് തന്ന ദൈവത്തിൻ്റെ മക്കളാകുവാനായിട്ടുള്ള അവകാശം എന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ യുവജനങ്ങളെ, പ്രിയ ദൈവജനങ്ങളെ, കർത്താവിൽ ജീവിച്ച് നിത്യത വരെ എത്തിച്ചേരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് നാം എന്തു ചെയ്യണം? മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സഭയിലെ യൂണിറ്റുകളിൽ, സഭയിൽ മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ ദേവാലയത്തിൽ ഒതുങ്ങി നിൽക്കുവാനുള്ളതല്ല നമ്മുടെ യൂണിറ്റിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് പുറത്തേക്ക് ഇറങ്ങുക. വേദനിക്കുന്നവർ പുറത്തുണ്ട്. അതുപോലെ നമ്മുടെ മഹായിടവകയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് വലിയ ഒരു സന്നാഹം ഉണ്ടായിരിക്കണം, വലിയൊരു കൈത്താങ്ങലായിരിക്കണം. തൊട്ടടുത്തുള്ള ദേവാലയമാണ്. യുവജനങ്ങൾ ഒരാൾ പോലും എന്ത് ചെയ്യരുത്? മാറി നിൽക്കുവാനായിട്ട് ഇടയാകരുത്. 14 വയസ്സ് മുതൽ 35 വയസ്സ് വരെ നമ്മുടെ സഭയിലെ യുവജനങ്ങൾ, നമ്മുടെ മഹായിടവകയിലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു കാര്യങ്ങൾക്ക് പോലും നമ്മൾ വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീരരുത്. ഉള്ള യുവജനങ്ങൾ മുഴുവൻ എന്തു ചെയ്യുക? മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭയുടെ വലിയ സഭ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് യുവജനങ്ങൾ സഭയിലേക്ക് വരുന്നില്ല, അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. യുവജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് ആരും കണക്കാക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, ഞാൻ നിങ്ങളോട് കരക്കൂപ്പി പറയുകയാണ്, ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിലെ ഒരു കാര്യങ്ങൾക്ക് പോലും പിന്നോട്ട് വലിക്കരുത്. ഏത് കാര്യം, സൺഡേ സ്കൂൾ മുതൽ ദേവാലയം തൂത്തുവാരാൻ പറയണം, ദേവാലയത്തിലെ കളപറിക്കുവാനും അതുപോലെ ദേവാലയം വൃത്തിയാക്കുന്നതും എല്ലാം സുവിശേഷ പ്രവർത്തനമാണ് യുവജനങ്ങൾ ചെയ്യുന്നതും. കൊയർ പാടുന്നതും യൂത്ത് ഫെലോഷിപ്പ്, മെൻസ് ഫെലോഷിപ്പ് എല്ലാം, ഇതിൻ്റെ എല്ലാ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് സുവിശേഷമാണ് എന്നുള്ള ഒരു വലിയ ചിന്താഗതി, ഒരു വലിയ നന്മ ഉണ്ടാകണം. നമ്മുടെ പിതാക്കന്മാർ സുവിശേഷം പറഞ്ഞും സുവിശേഷത്തിൽ അടിയുറച്ചു നിന്നതുകൊണ്ടുമാണ് ഇന്ന് നാം കാണുന്ന ഈ വലിയ വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ യുവജനങ്ങളെ, കർത്താവായ യേശുവിനോട് കൂടെ നിത്യതയിൽ ചേർക്കപ്പെടുവാൻ, ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കണം. ഈ ലോകത്ത് മാത്രമല്ല നമ്മുടെ ജീവിതം, നമ്മുടെ കർത്താവ് നമ്മുടെ നിത്യത വരെയും കരം പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു അർത്ഥപൂർണമായ ഒരു ജീവിതം തേടുന്ന ഒരു യുവജനങ്ങളായി മാറുവാൻ ഈ വചനം കൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയ മാതാപിതാക്കന്മാരെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഈ സുവിശേഷത്തിൽ നിന്ന്, ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ സുവിശേഷത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ വലിയൊരു വിപത്താണ് നമ്മുടെ സഭയെ, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തെ തേടി വരുന്നത്. ക്രിസ്ത്യാനികൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുവാൻ അനുവദിക്കരുത്. പ്രിയ മാതാപിതാക്കന്മാരെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരു വലിയ വിപത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ തേടിയിരിക്കുന്നു. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, നമ്മുടെ സമൂഹം അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കന്മാരും നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ പേര് മനസ്സിൽ ഓർത്ത് ഈ സമയം ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ദൈവമേ, സ്നേഹമുള്ള വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും കർത്താവേ, ഈ യുവജന ഞായറാഴ്ച കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠങ്ങളിലേക്ക് കടന്നു വരുന്നു. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ ഈ കത്തീഡ്രൽ ദേവാലയത്തിലെ എവിടെ നിന്ന് നോക്കിയാലും തലയെടുപ്പോടെ നിൽക്കുന്ന ഞങ്ങളുടെ ഈ ദേവാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ആ സുവിശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു കാരണവശാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ നശിച്ചു പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ രീതിയിൽ പത്രത്തിലും കർത്താവെ TV-യിലും വാർത്താ മാധ്യമങ്ങളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മോശകരമായി ഞങ്ങളുടെ മുന്നിൽ ചിത്രീകരിക്കുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാപിതാക്കന്മാരെ, നിങ്ങളിന്ന് മുട്ടുമടക്കിയില്ല എങ്കിൽ വലിയ വിപത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തേടി വരുന്നത്. ചില അഡിക്ഷനുകളിൽ നിന്ന്, ചില മദ്യപാന ശീലങ്ങളിൽ നിന്ന്, പുകവലി ശീലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില അഡിക്ഷനുകളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടിവിക്കണമേ. അമിതമായ ഫോണുപയോഗം, അമിതമായ ആകുല ചിന്താഗതി, അമിതമായ കർത്താവേ മാനസിക സമ്മർദ്ദം, ഇതിൽ നിന്നെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടിവിക്കണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാപിതാ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞിലേക്ക് കർത്താവേ, ഞങ്ങളുടെ തലമുറകളിലേക്ക് ഞങ്ങൾ കൈമാറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടികളുടെ മഹായിടവയോർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ഞങ്ങളുടെ മഹായിടവക യുവജനങ്ങൾ ഏറ്റവും ശക്തമായ രീതിയിൽ വളർന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇഷ്ടികളുടെ മഹായിടവകയിലുള്ള എല്ലാ പള്ളിയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഒരു വലിയ സുവിശേഷം ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് വലിയൊരു സുവിശേഷം ഞങ്ങൾ ഇവിടുന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളിലും വലിയ രൂപാന്തരം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയാചനയും കേട്ടതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. CSI ഈശോയുള്ള മഹായിടവചന പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ ഒരു വലിയ ഒരു സുവിശേഷം യുവജനങ്ങളിലൂടെ എല്ലായിടത്തും എത്തിക്കുവാനായിട്ട് ഇടയാക്കിയത് ആ മഹായിടവകയോടും ഇവിടെ ഇങ്ങനെയൊരു അവസരം ഒരുക്കിത്തന്ന ഈ ദേവാലയത്തിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ജോസഫ് മാത്യുച്ചനോടും ജേക്കബ് അച്ഛനോടും ഇവിടുത്തെ കമ്മിറ്റിക്കാർ, യുവജനങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.